ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് പുഴമീൻ കിട്ടിയിട. പുഴമീൻ ഞങ്ങളിവിടെ ആറ്റുമീൻ എന്നാണ് പറയുന്നത്, ചിലരൊക്കെ പറയും പുഴമീൻ. ഇത് തൂളിയാണ്, ജീവനുള്ളതുകൊണ്ട് ജീവനില്ലാത്തതുകൊണ്ട്. അപ്പോൾ ജീവനുള്ള മീൻ ഇത് പിടിക്കണമെങ്കിൽ ഇച്ചിരി ചാരമൊക്കെ കയ്യെ പിടിക്കണം. ഞാൻ ചാരം തൊട്ടിട്ടാണ് പിടിച്ചിരിക്കുന്നത്, അല്ല ഇത് തിന്നിപ്പോവും. ഈ തൂളിമീൻ നല്ല ടേസ്റ്റാണ്, തേങ്ങ അരച്ച് കറി വെക്കണം. പക്ഷേ എങ്കിൽ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് നിറച്ച് മുള്ളാണ്, തുരു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മുള്ളാണ്. പക്ഷേ എങ്കിൽ ഇത് തേങ്ങ അരച്ച് കറി വെച്ചാൽ ഇതിൻ്റെ തേങ്ങ അരച്ച് ചാറ് കൂട്ടിയാൽ മതി, അതുപോലെ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഇത് വെട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ചെത്തിയിട്ട് നമ്മൾ തേക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇത് കറി വെക്കുന്ന ഇത് കണ്ടോ, ഇത് വരാലാണ്. അപ്പോൾ എനിക്ക് 5 വരാലും 5 തൂളിമീനും കിട്ടി. അപ്പോൾ തൂളിമീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പുളി. അപ്പം ചട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ചു, അത് ചൂടായപ്പോഴത്തേക്കും നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിയ ശേഷം പിന്നെ കടുക് ഇട്ട് പൊട്ടി. അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇടുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഞ്ചി ഇതെല്ലാം കൂടെ മൂത്ത ശേഷം നമുക്ക് ആദ്യമേ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴച്ച്, അതൊരു വെള്ളം ചേർത്തിട്ട് കുറച്ചൊന്ന് കുഴച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇത് മൂത്തതിനകത്തിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കണം. ഇന്ന് ഞാൻ കറി വെക്കുന്നത് ഞാനല്ല, രായ്ച്ചാനാണ് കറി വെക്കുന്നത്. അപ്പം ഇതിൻ്റെ കുഴച്ചെടുത്ത് നമ്മൾ അതിനകത്തോട്ടിട്ട് അതൊന്ന് വഴിച്ചെടുക്കണം. ഇനി വഴിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് വേണം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളച്ച ശേഷം വേണം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയിടാനായിട്ട്. നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടിയുടെ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച്, ഞാൻ പുളിക്കകത്ത് പുളി ചേർക്കാറില്ല, പുളി വെള്ളം മാത്രമേ ചേർക്കാറുള്ളൂ. അത് തിളച്ച ശേഷം നമുക്ക് വെട്ടി കഴുകി കൊണ്ടുവന്ന കഷ്ണം, ഇത് വെട്ടി തേച്ച് ഇച്ചിരി പാടാണ്, തേച്ചൊക്കെ എടുക്കണം, വലിയ പാടാണ്. അപ്പം അതൊഴിച്ചു. പിന്നെ അതിനകത്തോട്ട് ഒരു മുറി തേങ്ങ അരച്ചിട്ട് അതുകൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അത് പിന്നെ മിക്സിയുടെ ജാറിനകത്തുള്ള തേങ്ങയുടെ ബാക്കിയില്ല കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ചേർക്കാം. ഇത് ചേർത്ത് നമുക്ക് തിളപ്പിച്ച് അത് പറ്റിച്ചെടുക്കണം. അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് പറ്റിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള മീൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.